എറണാകുളം ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ ആലുവ മൂന്നാർ റോഡ് 4 പാതയാക്കുന്നതിനുള്ള സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ആലുവ, കുന്നത്തുനാട്, കോതമംഗലം താലൂക്കുകളിലെ 14 വില്ലേജുകളിലായി 102.8 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷൻ വരെ 38 കിലോമീറ്റർ ദൂരത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുക. 23 മീറ്റർ വീതിയിലാണ് സ്ഥലമെടുപ്പ്. പദ്ധതിക്കായി കിഫ്ബി 653 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആലുവ മൂന്നാർ റോഡിന്റെ 4 പാത വികസനത്തിനായി ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ സർവേ നമ്പറുകളും ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമുള്ള വിജ്ഞാപനവും 2026 ജനുവരി 27 പ്രസിദ്ധീകരിച്ചിരുന്നു. ആലുവ വെസ്റ്റ്, ചൂർണിക്കര, കീഴ്മാട്, ആലുവ ഈസ്റ്റ്, വാഴക്കുളം, അറക്കപ്പടി, വെങ്ങോല, മാറമ്പിള്ളി, പെരുമ്പാവൂർ, രായമംഗലം, അശമന്നൂർ, ഇരമല്ലൂർ, തൃക്കാരിയൂർ, കോതമംഗലം എന്നീ 14 വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുക്കൽ നടക്കുക. അതേസമയം പെരുമ്പാവൂർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ടൗൺ ബൈപ്പാസ് നിർമ്മിക്കുന്നതിൽ പാലക്കാട്ടുതാഴം മുതൽ മരക്കാർ റോഡ് വരെയുള്ള AM റോഡിന്റെ വീതി കൂട്ടൽ ഒഴിവാക്കി ഈ ഭാഗം 2 വരി പാതയായി തുടരും. AM റോഡിലെ മരുതുകവല മുതൽ പാലക്കാട്ടുതാഴം വരെ OMPP റോഡ് കുറുകെ കടന്ന് ഏകദേശം 3.8 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ഇതിൽ മരുതുകവല മുതൽ ഓൾഡ് മൂവാറ്റുപുഴ റോഡിലെ കാഞ്ഞിരമുക്ക് പാലം വരെയുള്ള 1.37 കിലോമീറ്റർ ഭാഗത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിനായി കിഫ്ബി 24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 25 മീറ്റർ വീതിയിലാണ് ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പുതിയ ബാഗും കൂടെ എല്ലാം ചേട്ടനല്ലാതെ പിന്നെ ആരാ? അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Sri Narayana Hall, Chullikal, Kochi.